ഒന്ന് ചിന്തിച്ചു നോക്കൂ. 10 വർഷം മുമ്പ് 25,000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ഒരാൾക്ക് ഇപ്പോൾ 1,00,000 രൂപ ശമ്പളമായി കാണുന്നില്ല. പക്ഷെ ബാങ്ക് ബാലൻസോ അത് കൂടുന്നില്ല. ഇത് നിങ്ങളുടെ പരാജയമല്ല, ഇതിന് സാലറി ട്രാപ്പ് എന്നാണ് പറയുന്നത്. ഇത് സാലറി ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു കുടുക്കാണ്. നമ്മളിൽ പലരും ഇതറിയാതെ ഓട്ടോമാറ്റിക് ഇതിൽ വീണു. എന്താണ് സാലറി ട്രാപ്പ് എന്ന് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ സാലറി കൂടുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടും. പഴയ ഫോണിൽ നിന്ന് പുതിയ ഫോണിലോട്ട് മാറും. ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന നമ്മൾ ബൈക്ക് മേടിക്കും, ബൈക്കിൽ പോയിക്കൊണ്ടിരുന്ന നമ്മൾ കാറ് മേടിക്കും. അതേപോലെ എന്ത് പറ്റും, സാധാരണ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ചെറിയ തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ ഹൈ 5-സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നോ അല്ലെങ്കിൽ കൂടിയ ഹോട്ടലുകളിൽ നിന്നോ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. പിന്നെ ഒരു EMI പോലും ഇല്ലായിരുന്ന മനുഷ്യന്മാർ ചെറവറ EMI എടുത്തു കൊടുക്കും. ഇതെല്ലാം അടച്ചോണ്ടിരിക്കും. പക്ഷെ ഇതൊന്നും ഒരു തെറ്റല്ല. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാലറി കൂടുന്നതനുസരിച്ച് നമുക്ക് സേവിങ്സ് കൂടുന്നില്ല എന്നതാണ് നമ്മുടെ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഒരു സാധാരണക്കാരൻ്റെ കഥ പറയാം. അർജുൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യന് 35,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നിട്ട് ഇയാളുടെ കയ്യിൽ 5,000 രൂപ സേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഓർത്തു, ഓക്കെ ഞാൻ സേവ് ചെയ്യുന്നുണ്ട്, ഞാൻ കുറേ കാശുകൾ സമ്പാദിക്കുന്നു പറഞ്ഞു. പക്ഷേ ഈ 35,000 ഉണ്ടായിരുന്ന ഇയാൾക്ക് പെട്ടെന്നൊരു അപ്രൈസിൽ കിട്ടി 50,000 ശമ്പളമായി. 50,000 ശമ്പളം ആയപ്പോഴത്തേക്ക് ഇയാൾക്ക് എത്രയും 15,000 രൂപ സാലറി കൂടി. ഈ 15,000 രൂപ കൂടിയിരുന്ന ഇയാൾ എന്ത് ചെയ്യുന്നു, ഇയാൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളല്ല ഇയാൾ ചെയ്ത്. 15,000 രൂപ കൂടിയപ്പോഴത്തേക്ക് ഇയാൾ ആദ്യം ചെയ്തെന്ന് വെച്ചാൽ ഒരു ബൈക്ക് എടുത്തു. 8,000 രൂപ വെച്ച് മാസം അടയ്ക്കാൻ തുടങ്ങി ബൈക്കിന്. ഒരു 3,000 രൂപയ്ക്ക് ഇയാൾ പുറത്തുനിന്ന് കഴിക്കാൻ തുടങ്ങി എല്ലാ മാസവും. ഡൈനൗട്ട് തുടങ്ങി. പിന്നെ 2,000 രൂപയ്ക്ക് ഇയാൾ മൊത്തം കൂടെ OTT സബ്സ്ക്രിപ്ഷൻ എടുത്തു. ബാലൻസ് വന്ന് എത്രയുണ്ട്, 2,000 രൂപ. അതില്ല എന്ന് തന്നെ പറയാം. അപ്പം ശമ്പളം കൂടിയതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നു. വണ്ടി എടുത്തെന്ന് വേണം നിങ്ങൾക്ക് പറയാം. പക്ഷേ സേവിങ്സിൽ ഒരു പ്രയോജനം ഉണ്ടായില്ല. ബാക്കിയുള്ള മാസങ്ങളിൽ സേവിങ്സ് സെയിം തന്നെയായിരുന്നു. അപ്പോൾ സാലറി കൂടി, ചിലവ് കൂടി, പക്ഷേ മനസ്സമാധാനം പോയി. ഇതാണ് ശരിക്കും സാലറി ഇൻക്രീസ് ട്രാപ്പ് എന്ന് പറയുന്നത്. ഈ ട്രാപ്പ് നിങ്ങളെ എവിടെയൊക്കെ എത്തിക്കുമെന്ന് അറിയാം. നിങ്ങൾക്കൊരു എമർജൻസി വന്നു, ഹോസ്പിറ്റൽ ബില്ല് വന്നു, അല്ലെങ്കിൽ ഒരു ജോലി പോയി, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ടെൻഷൻ കൂടും അല്ലേ? ടെൻഷൻ കൂടും. നിങ്ങൾക്ക് ലോണിൽ കുടുങ്ങിയ ജീവിതമായിപ്പോൾ ഒരു EMI കഴിയുമ്പോഴത്തേന് അടുത്ത EMI തുടങ്ങും, അടുത്ത EMI കഴിയുമ്പോഴത്തെ അടുത്ത EMI തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ ലൈഫ് EMIയിൽ തന്നെ മുന്നോട്ട് ജീവിക്കേണ്ടി വരും. നിങ്ങളുടെ സ്ട്രെസ് കൂടും. അപ്പം സാലറി കൂടുതലാണ്, പക്ഷേ നിങ്ങൾക്ക് ഉറക്കമില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി കൂടും അല്ലേ? നിങ്ങളുടെ റിട്ടയർമെന്റ് പിന്നോട്ട് പോകും. അതായത് നിങ്ങൾ 40 വയസ്സ് തുടങ്ങാമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന റിട്ടയർമെന്റ് പ്ലാന് അത് പിന്നെയും മുന്നോട്ട് പോകും. കാരണം നിങ്ങളുടെ EMI കൂടിക്കൊണ്ടിരിക്കണം. EMI അടയ്ക്കാൻ നിങ്ങൾക്ക് കാശ് തികയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ റിട്ടയർമെന്റിന്റെ പ്ലാൻ മുന്നോട്ട് തള്ളി കൊണ്ട് പോവുകയും നടക്കുകയുള്ളൂ. നിങ്ങളുടെ ഹൈ സാലറി നിങ്ങൾക്ക് സ്ട്രെസ് മാത്രമാണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളെ സക്സസ് എന്ന് പറയാൻ പറ്റില്ല. ശമ്പളം കൂടിയാണ് നിങ്ങൾ സക്സസ് ആയെന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് സ്ട്രെസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു മിത്തുണ്ട്, അതായത് സാലറി കൂടുമ്പോഴത്തേനും ജീവിതം സെറ്റാകും. പക്ഷെ സത്യം എന്താണെന്ന് ചോദിച്ചു, കൂടിയ സാലറി ഒരിക്കലും നിങ്ങളുടെ ജീവിതം സെറ്റാക്കില്ല. പക്ഷെ കൂടിയ സേവിങ്സ് നിങ്ങളുടെ ജീവിതം പിച്ചാക്കും. നിങ്ങൾക്ക് 40,000 രൂപ സാലറി ഉള്ളൂ എന്നിരിക്കെ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണ്, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആണ്. പക്ഷെ 1,50,000 രൂപ നിങ്ങൾക്ക് ശമ്പളം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഡിസിപ്ലിൻഡ് അല്ല, ഈ വക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ 100% റിസ്ക് ആണ്. അപ്പോൾ നമുക്ക് ഈ ട്രാപ്പിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കാം. ഇത് രക്ഷപ്പെടാനായിട്ട് വലിയ നോളജിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ബേസിക് ഒരു സിമ്പിൾ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താണ്. സാലറി ഹൈക്ക് റൂളാണ്. സാലറി ഹൈക്ക് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുന്ന സാലറി, അതായത് എക്സ്ട്രാ ആണോ സാലറി കൂടുതൽ, അത് നിങ്ങൾ കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതിന് കൃത്യമായിട്ട് ഓരോ ബക്കറ്റിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്നോട്ട് ഈ 15,000 രൂപ നിങ്ങൾക്ക് ഹൈക്ക് കിട്ടിയെന്ന് വിചാരിക്കും. ഈ 15,000 രൂപ ഹൈക്ക് കിട്ടിയതിൻ്റെ അകത്ത് നിങ്ങൾ 5,000 രൂപ SIPയിലോ എമർജൻസി ഫണ്ടിലോ നിങ്ങളുടെ ഒരു 3,000 രൂപ നിങ്ങൾ ലോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ അതിലേക്ക് പേയ്മെന്റ് അടച്ചുകൊണ്ടിരിക്കുക, എക്സ്ട്രാ പേയ്മെന്റ് അടച്ചുകൊണ്ടിരിക്കുക. 2,000 രൂപ നിങ്ങൾ 10,000 രൂപ കിട്ടുന്നില്ല, 5,000 രൂപ നിങ്ങൾ SIPയിലോട്ട് ഇട്ടു. അത് പകുതി 50% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. 3,000 രൂപ നിങ്ങൾ ലോൺ അടയ്ക്കാനായിട്ട് എടുത്തു. ബാക്കി വരുന്ന 2,000 രൂപ നിങ്ങൾ അടിച്ചു കൊടുത്തോളൂ. അങ്ങനെ നിങ്ങൾ ചെയ്യും. അപ്പോൾ എൻജോയ്മെന്റ് വെച്ചിട്ട് നിങ്ങൾ മൊത്തം എമൗണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ എമൗണ്ട് കണ്ണടച്ച് ചിലവാക്കാതെ നിങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ ചിലവാക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് സേവിങ്സും കൂടും, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റും കൂടും, നിങ്ങളുടെ കടവും കുറയും, നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും, നിങ്ങളുടെ ടെൻഷനും കുറയും. ഒരേ ഒരു സെന്റൻസ് മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് അപ്രൈസിൽ വരുമ്പോൾ സാലറി അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമല്ല. സാലറി അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. എന്തായാലും അപ്രൈസിൽ വരുമ്പോൾ കമ്പനിക്കാർ കുറെ കൂടെ നിങ്ങളെ എക്സ്പെക്ട് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ എമൗണ്ടിൽ നിങ്ങൾക്ക് അതിന് സേവിങ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനും കൂടും, സ്ട്രെസ്സും കൂടും അല്ലേ? അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ പണത്തെ നിയന്ത്രിച്ചാൽ
പണം നിങ്ങളെ നിയന്ത്രിക്കില്ല, നിങ്ങളാണ് പണത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അടുത്ത സാലറി ഹൈക്ക് വരുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഓർക്കുക. ഇന്ന് എൻജോയ് ചെയ്യും, പക്ഷെ നാളെ പ്രൊട്ടക്ട് ചെയ്യണം. ഇന്ന് നിങ്ങൾ എൻജോയ് ചെയ്യാനുള്ള ഭാഗം എൻജോയ് ചെയ്തോളൂ, കുറച്ച് എമൗണ്ട് വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ. പക്ഷെ നാളെ കൂടെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. കിട്ടുന്ന എമൗണ്ടിൻ്റെ അറ്റ്ലീസ്റ്റ് 50% നിങ്ങൾ സേവോ ഇൻവെസ്റ്റോ ചെയ്യുക. ബാക്കിയുള്ളതിൻ്റെ അകത്ത് നിങ്ങൾ കുറേ കടം വിട്ട് ബാക്കി എമൗണ്ട് നിങ്ങൾ അടിച്ചു കൊടുക്കണം. ഇത്തരം സിമ്പിൾ മലയാളം മണി ടോക്സുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പൈസ കഥയിലൂടെ നമ്മളിത് എല്ലാം ക്ലിയർ ആയിട്ട് വരും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.